ഒരിക്കൽ പോലും വിചാരിക്കാത്ത തോൽവിയാണ് ബി.ജെ.പി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. ഹിന്ദുത്വത്തെ കൂട്ടുപിടിച്ചിട്ട് പോലും ജനങ്ങൾ ബി.ജെ.പിക്കൊപ്പം നിന്നില്ല. സത്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലായിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ജെ.ഡി.യു, ടി.ഡി.പി എന്നീ കക്ഷികളെ ചേർത്ത് സഖ്യ സർക്കാർ ഉണ്ടാക്കിയാണ് ബി.ജെ.പി ഭരണം ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ 24-ന് 18ാം ലോക്സഭയുടെ മഴക്കാല സമ്മേളനം തുടങ്ങുകയാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് സമ്മേളന കാലത്ത് ഏറെ ശ്രദ്ധേയം. ആരാകും ലോക്സഭയുടെ അടുത്ത സ്പീക്കർ? പാർലമെന്റിലെ സുപ്രധാന പദവിയാണ് ലോക്സഭാ സ്പീക്കറുടേത്. അതുകൊണ്ട് തന്നെ ഈ പദവി വിട്ടുകൊടുക്കാൻ ബി.ജെ.പിക്ക് ഒട്ടും തന്നെ താല്പര്യവുമില്ല. ടി.ഡി.പിയെയും ജെ.ഡി.യുവിനെയും പിണക്കാതെ വിഷയത്തിൽ പരിഹാരത്തിന് ശ്രമിക്കുകയാണ് ബി.ജെ.പി. അതേസമയം ബി.ജെ.പിക്ക് സ്പീക്കർ പദവി കൂടി ലഭിക്കുന്നത് സഖ്യകക്ഷികൾ ആശങ്കയോടെയാണ് കാണുന്നത് എന്നാണ് വാർത്തകൾ. ഇനി സ്പീക്കർ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അധികാരം എന്തൊക്കെയെന്നൊക്കെ നോക്കാം. 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. ബി.ജെ.പിക്ക് 240 അംഗങ്ങളാണുള്ളത്. ടി.ഡി.പിയുടെ 16, ജെ.ഡി.യുവിന്റെ 12 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ബി.ജെ.പിയുടെ ഭരണം. കൂടെ ജെ.ഡി.എസ്, അപ്നാദൾ, HAM, RLD തുടങ്ങി ഒട്ടേറെ ചെറു കക്ഷികളുമുണ്ട്. ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ് സഭാ സമ്മേളനം നടക്കുക. സ്പീക്കർ തിരഞ്ഞെടുപ്പ് ജൂൺ 26-നും. പാർലമെന്റിന് 2 സഭകളാണുള്ളത്, ലോക്സഭയും രാജ്യസഭയും. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്, ലോക്സഭയുടേത് സ്പീക്കറും. ലോക്സഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്താണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുക. പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രതിനിധികൾ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കും. രഹസ്യ ബാലറ്റ് വഴിയുള്ള വോട്ടെടുപ്പാണ് നടക്കുക. കൂടുതൽ വോട്ട് ലഭിക്കുന്ന വ്യക്തി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടും. ലോക്സഭയിലെ ഏത് അംഗത്തിനും സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാം. സീനിയോറിറ്റി, പരിചയസമ്പത്ത്, പക്ഷപാതമില്ലാതെയുള്ള പ്രവർത്തനം തുടങ്ങിയ ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കേണ്ടത്. 2014-ൽ ബി.ജെ.പി നിർദ്ദേശിച്ച സുമിത്ര മഹാജനും 2019-ൽ ഓം ബിർളയുമാണ് സ്പീക്കറായത്. 2 തവണയും ബി.ജെ.പിക്ക് മികച്ച ഭൂരിപക്ഷമുണ്ടായിരുന്നതിനാൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലായിരുന്നു. ലോക്സഭ പിരിച്ചുവിടുന്നതുവരെയോ ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്ത് പുറത്താക്കുന്നതുവരെയോ സ്പീക്കർക്ക് പദവിയിൽ തുടരാം. രാജിവെച്ച് ഒഴിയാനും സാധിക്കും. എംപിമാർ അവരുടെ മണ്ഡലങ്ങളെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ സ്പീക്കർ സഭയുടെ നാഥനായിട്ടാണ് കരുതപ്പെടുന്നത്. പാർലമെന്റിന്റെ ചട്ടപ്രകാരം സഭ നടത്തേണ്ട ചുമതല സ്പീക്കറുടേതാണ്. സഭാ സമ്മേളനം വിളിക്കുക, അംഗങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക, ആരൊക്കെ സഭയിൽ സംസാരിക്കണമെന്ന് തീരുമാനിക്കുക, ചട്ടലംഘനമില്ലെന്ന് ഉറപ്പാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ചർച്ചകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക, ചോദ്യോത്തരവേള നിയന്ത്രിക്കുക എന്നിവയെല്ലാം സ്പീക്കറുടെ ചുമതലയാണ്. സുപ്രധാന ബില്ലുകളിൽ ഇരുപക്ഷത്തിനും തുല്യമായ വോട്ട് ലഭിക്കുന്ന വേളയിൽ മാത്രമാകും സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തുക. ലോക്സഭയും രാജ്യസഭയും സംയുക്തമായി യോഗം ചേരുമ്പോഴും അധ്യക്ഷത വഹിക്കുക സ്പീക്കറായിരിക്കും. ക്വാറം തികഞ്ഞില്ലെങ്കിൽ സമ്മേളനം മാറ്റിവെക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. മോശമായി പെരുമാറുന്ന അംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സ്പീക്കർക്ക് സാധിക്കും. പാർട്ടി മാറുന്ന അംഗങ്ങൾക്കെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്പീക്കറുടേതാണ്. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്കെതിരെ പോലീസ് നടപടി എടുക്കുമ്പോൾ സ്പീക്കറുടെ അനുമതി വേണം. സഭയുടെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക സ്പീക്കറായിരിക്കും. സുപ്രധാനമായ മണി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ അംഗീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേയാണ് സ്പീക്കർ സഭയിൽ പ്രവർത്തിക്കേണ്ടത്. അതേസമയം ബി.ജെ.പിയുടെ എം.പി ഭർതൃഹാരി മഹ്താബിനെ ലോക്സഭ പ്രോടേം സ്പീക്കറായി നിയമിച്ചിരുന്നു. ഒഡീഷയിൽ നിന്നുള്ള എം.പിയാണ് അദ്ദേഹം. രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. പാർലമെന്റിലെ സീനിയർ ആയിട്ടുള്ള അംഗത്തിനാണ് സാധാരണ ചുമതല നൽകാറുള്ളത്. കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർതൃഹരിയെ നിയമിച്ചിരിക്കുന്നത്. ഇതോടെ വലിയ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. കോൺഗ്രസ് തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു. കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ എം.പി ആയ വ്യക്തിയാണ്. അദ്ദേഹത്തെ തഴഞ്ഞുവെന്നാണ് ജയറാം രമേശ് ആരോപിച്ചത്. എന്തിനാണ് കൊടിക്കുന്നിലിനെ ഒഴിവാക്കിയതെന്ന് കെ.സി. വേണുഗോപാലും ചോദിച്ചിരുന്നു. അതേസമയം സ്പീക്കർ സ്ഥാനത്തേക്ക് മഹ്തബിനെ കൂടാതെ ബി.ജെ.പിയുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ഡി. പുരന്ദേശ്വരിയെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ടി.ഡി.പിയും നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവും സ്പീക്കർ സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തു തന്നെയുണ്ട്. എന്നാൽ സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ ബി.ജെ.പിയും തയ്യാറല്ല. സഖ്യകക്ഷികൾ ആവശ്യത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറല്ല. ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.